പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് ഒരു ബൈക്ക് റിവ്യൂയും കാര്യങ്ങളൊന്നുമല്ല, ഇന്നും ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവരും ഇതേപോലെ ട്രാവൽ മെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അന്നേരം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 3 മാസത്തിന് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഇറക്കി പിടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇന്നൊരു ഹൈഡൻ പ്ലേസും കാര്യങ്ങളൊന്നും അല്ല, കാരണം എല്ലാവർക്കും ഈ സ്ഥലം മസ്റ്റായിട്ട് അറിയാവുന്നതാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഈ സ്ഥലത്തിൻ്റെ കണ്ടു കാണും കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് ഈ ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഏത് റൂട്ടാണ് പോകുന്നതെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും ഏകദേശം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കേട്ടോ. നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ രാജത്തോട്ടം എന്ന് പറഞ്ഞാൽ ഭീകരമായൊരു വ്യൂ ഉള്ളൊരു സ്ഥലത്തോട്ടാണ്. അതായത് ഒരു കാടിലൂടെ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചെല്ലുന്ന ഒരു ഭീകരമായൊരു സ്ഥലമാണ് കേട്ടോ ഈ രാജാത്തോട്ടം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് രാജാത്തോട്ടത്തിലോട്ട് പോകാം. രാജാത്തോട്ടത്തിലോട്ട് പോകുന്ന ഈ വഴിയെന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. മൊത്തം അടിപൊളി നല്ല വളവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇപ്പം വരുന്ന റൈഡേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വളവിലൊന്നും ഓവറായിട്ട് വണ്ടി എടുത്ത് ഓവർടേക്ക് ചെയ്യായിരിക്കും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ്. അയ്യപ്പന്മാരും അതേപോലെ തന്നെ ഒരുപാട് വലിയ ലോറികളും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമുണ്ട്. ആരും അങ്ങനെ വണ്ടിയൊന്നും എടുത്ത് ഒരുപാട് ഓവർടേക്കും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ഏകദേശം ഈ മരത്തിൻ്റെ വ്യൂ തന്നെ ഭീകരമാണ്. അതേപോലെ തന്നെ നമ്മളിങ്ങോട്ട് പോകുന്ന വഴി തന്നെ ഒരുപാട് ഇക്കോ ടൂറിസം കാര്യങ്ങളും രണ്ട് സൈഡിലും ഉണ്ട്. എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഇന്ന് തന്നെ സൗണ്ടിനും കാര്യങ്ങൾക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. മസ്റ്റായിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് വിട്ട് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കേട്ടോ. അന്നേരം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ടോ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു കാടിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലോട്ട് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇവിടെ അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് ഏകദേശം ചെന്തുരുണി വൈൽഡ് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് വരും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൂട്ടാണ് നമ്മൾ തെമ്മല ഡാമിലോട്ട് പോകുന്ന വഴി കേട്ടോ. കണ്ടേ, വെൽക്കം ടു തെമ്മല ഇക്കോ ടൂറിസം എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. വാട്ടർ ഫൗണ്ടൻ ആയാലും അതേപോലെ ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഫോറസ്റ്റ്, ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആരും വന്നിട്ട് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ ശ്രമിക്കില്ല. കാരണം വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിനുള്ള പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ അവർ ഈടാക്കും കേട്ടോ. എന്തായാലും നമ്മൾ ഡാമിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭീകര വ്യൂ ആണ്. രണ്ട് സൈഡിലും ഭീകര വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അങ്ങോട്ട് ക്യാമറ തിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് കുളിക്കടമാണ്. അവിടുന്ന് അടി കിട്ടാൻ സാധ്യതകൾ കൂടുതലായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് നമ്മുടെ തെമ്മല ഡാം വരുന്നത്. ഇവിടെ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഈ തെമ്മല ഡാമും കാര്യങ്ങളൊക്കെ വരുന്നത്. തെമ്മല ഡാം അതിൻ്റെ ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഏകദേശം തെമ്മല ഡാമിൻ്റെ ചെറിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. തെമ്മല ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അതിഭീകരമായ വ്യൂ ആണ്. അവിടെ നിങ്ങൾ ഏകദേശം ആ കാണുന്നതാണ് തെമ്മല ഡാം എന്ന് പറയുന്നത്. തെമ്മല ഡാം ഇപ്പം ഷട്ടറും കാര്യങ്ങളൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ. വെള്ളം കുറവായതുകൊണ്ടാണ്. മഴയും ഒക്കെ പെയ്ത സമയത്ത് തെമ്മല ഡാം ഓപ്പൺ ചെയ്ത ഷട്ടറിൽ കൂടെ വെള്ളവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ച് അങ്ങോട്ട് പോകാം കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോകാം, ഹാപ്പി ആയിട്ട് പോകാം. ഇതാണ് തെമ്മല ഡാമിൻ്റെ ഏകദേശം ഒരു ഭാഗം കേട്ടോ. നമുക്ക് ക്യാമറ ഒരുപാട് അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, കാരണം അത് കുളിക്കണമാണ്. ഇവിടുന്ന് അടി കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കയറാനൊക്കെ പറ്റും കേട്ടോ. ഇതിനകത്ത് ഇരിക്കാനും അതിനുള്ള കാര്യങ്ങളും സീറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സമാധാനമായിട്ടിരിക്കാം. ആരും ഒന്നും ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം 50 രൂപ ടിക്കറ്റ് എന്തോ ആവത്തുള്ളൂ. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു എൻട്രി ഉണ്ടല്ലോ, അവിടുന്ന് അകത്തേക്ക് കയറി പോകാനും കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ രാജാക്കാട് സ്റ്റേറ്റിലോട്ട് പോകാം. ചുമ്മാ ഞാൻ ഇതുവഴി വന്നപ്പോൾ നിങ്ങളെ ഈ വ്യൂവും കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. നമുക്ക് നേരെ രാജാത്തോട്ടത്തിലേക്ക് പോകാം കേട്ടോ. രാജാക്കാട് ചെന്നിട്ട് ക്യാമറ ഓൺ ചെയ്യാന്നുള്ള ഒരു തോട്ടിലേറാണ് അവിടുന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് മാരകമായ വ്യൂ ആണ്. നമ്മുടെ കൊല്ലത്ത് തന്നെ ഏകദേശം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഒരു ഭീകര വ്യൂ ഉള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒന്നാണ് കേട്ടോ ഈ തെമ്മല ഈ ചെന്തുരുണി ഇക്കോ ടൂറിസം എന്ന് പറയുന്നത്. അടിപൊളി വ്യൂവും കാര്യങ്ങളാണ്. നല്ല വളവാണ്. എല്ലാവരും ഇവിടെ വരുമ്പോൾ അധികം കെയറായിട്ടൊക്കെ വണ്ടി ഓടിക്കാം കേട്ടോ. കാരണം ഭീകര വളവും വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്ന റോഡും കാര്യങ്ങളും വരുന്ന റോഡും കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ ന്യൂട്രലും കാര്യങ്ങളൊക്കെ വീണയാണ്. എന്തായാലും നമുക്ക് ഈ റോഡേ തന്നെ മുന്നോട്ട് പോകാം. നിങ്ങൾ തന്നെ നോക്ക്, അതിഭീകരമായ റോഡും കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് ഈ റോഡേ തന്നെ മുന്നോട്ട് പോകാം, ഹാപ്പി ആയിട്ട് പോകാം. നമുക്ക് എന്തായാലും എന്താണ് സംഭവിക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കാം കേട്ടോ. എന്താണെന്ന് അറിയില്ല. വണ്ടികളൊക്കെ അത്യാവശ്യം വെള്ളയാണ് പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല തേരിയും കാര്യങ്ങളാണ്. എന്തായാലും മുന്നോട്ട് തന്നെ പോകാം.
രാജാക്കാടിൻ്റെയൊക്കെ അടുത്തായിട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഈ വ്യൂ തന്നെ നോക്കൂ, വർണ്ണിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഭീകരമായ കിടിലൻ കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പം പൊക്കോട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്മല ശെന്തുരുണി വൈൽഡ് ലൈഫിനുള്ളിൽ കൂടെ തന്നെയാണ്, ഒരു കാട്ടിനുള്ളിൽ കൂടെ തന്നെയാണ്. പക്ഷേ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോയി നോക്കാം. നല്ല വളമാണ്, ഞാൻ മുന്നേ പറഞ്ഞത് തന്നെ. എടുത്ത് ഓവർടേക്കും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ അധികം ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ തന്നെ നമുക്ക് ഭീകരമായ വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം, ഹാപ്പി ആയിട്ട് പോയി നോക്കാം. ഈ ഹാപ്പി ആയിട്ട് പോയി നോക്കാമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹാപ്പിനെസ് മാത്രമേ കിട്ടത്തുള്ളൂ. അത്രയും സെക്യൂറായിട്ടും കംഫർട്ടബിളായിട്ടും നമുക്ക് ട്രാവൽ ചെയ്യാനും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ ഇത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്താ സംഭവിക്കുന്നത് അറിയില്ല, എന്തായാലും പോയി നോക്കാം കേട്ടോ. ഇവിടുത്തെ വേറൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഈ റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെന്മലയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലാതെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കാണുന്ന സമയത്ത് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു നമ്മുടെ ഈ കണ്ണറപ്പാലത്തിൻ്റെ വീഡിയോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ തെന്മലയുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു റെയിൽവേ പാലമാണ് കേട്ടോ ഈ കണ്ണറപ്പാലം. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വർണ്ണിക്കാനായിട്ട് വാക്കുകളില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് എന്തായാലും നമ്മൾ രാജാക്കാട്ടിലോട്ട് പോകാം. നിങ്ങൾ ഒരുപാട് റോഡ് കാര്യങ്ങളും കാണിച്ച് ഞാൻ ഈ വീഡിയോ ഡ്യൂറേഷൻ കൂട്ടുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ രാജാക്കാട് എസ്റ്റേറ്റിലോട്ട് പോയിട്ട് അതിൻ്റെ വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. അതുവഴി കയറിപ്പോകുന്ന ആ കാട്ടിനുള്ളിൽ റോഡും കാര്യങ്ങളും കാണിച്ചു തരാം. അത്രയ്ക്ക് ഭീകരമായ വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും മുന്നോട്ട് തന്നെ പോകാം, ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം. എന്തായാലും മുന്നോട്ട് തന്നെ പോകട്ടാ. ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി റോസ്മലയുടെ എൻട്രിയുടെ ഉള്ളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ റോസ്മല എൻട്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോസ്മലയിൽ പോകുന്ന വഴി തന്നെയാണ് കേട്ടോ രാജാത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ റോഡില്ല, നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ ഇവിടെ റോഡൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഫുള്ള് ഓഫ് റോഡാണ്. അത്യാവശ്യം റോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ ഞാൻ മുന്നൊക്കെ വന്നിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഇതിലും ശോകമായിരുന്നു. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ കുഴപ്പമില്ല, ഉള്ളിലേക്ക് പോവാം. നമുക്ക് ഓഫ് റോഡ് കയറി എന്തായാലും അകത്തോട്ട് പോകാം. ഓഫ് റോഡിൻ്റെ മാസ്മരിക കാണിച്ചതല്ല, പാൻറ്റ് വരുമ്പോഴാണ്. പാൻറ്റ് ചെറുതായിട്ടൊന്ന് കയറ്റിയിട്ടാണ് കേട്ടോ. നമുക്കങ്ങനെ ഒന്നും ചെയ്യാനൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം ഈ റോഡെ. എന്തായാലും ഭീകരമായ വ്യൂ ആണ്. ഞാൻ കുറച്ചൊന്നും പറഞ്ഞില്ലേ, ഇതൊരു കാടാണ്. കാട് എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം കോര വനമല്ല, എന്നാലും ഒരു കാട്. അത്യാവശ്യം കാടിൻ്റെ ഉള്ളിലൂടെ സെക്യൂറായിട്ട്, അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമാധാനം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ ഉണ്ട്. ഓഫ് റോഡൊക്കെ ആസ്വദിച്ച് നമുക്ക് മുകളിലേക്ക് കയറി പോകാം. റോഡില്ല, ആരും കാറിലൊന്നും വരാതിരിക്കുക കേട്ടോ. കാറിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് കാർ പകുതി വരെ പോകാൻ പറ്റില്ല. അതായത് ഞാൻ മുന്നേ കാണിച്ചില്ല, റോസ്മലയുടെ എൻട്രി വരെയൊക്കെ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇവിടെ ഉള്ളിലേക്ക് കൊണ്ടുപോകും, പക്ഷേ കാറിൽ പോകുന്നത് റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ ഫുള്ള് ജീപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ബൈക്കിലാണ്, ബൈക്കിൽ വരുന്നതാണ് ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഈ റോഡിൽ പോകാൻ പറ്റുന്നത് ബൈക്കിലാണ് കേട്ടോ. എന്തായാലും നമ്മളെ വണ്ടി ഈ ഓഫ് റോഡിന് ക്യാപ്പബിലിറ്റി കുറവാണ്. നമ്മുടെ ഓഫ് റോഡിന് കംഫർട്ട് അല്ലാത്തതുകൊണ്ടും അത്യാവശ്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഓഫ് റോഡ് വഴി കയറുമ്പം. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. നമ്മളങ്ങനെ കട്ടറുള്ള വഴി കയറി മുന്നോട്ട് വന്നത്. ഇവിടെ കുറച്ച് ടാറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വഴി കണ്ടോ. ഇവിടെ ഒരു പള്ളിയും ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ നമുക്ക് കാണുന്നത് ഇതല്ല. നമ്മുടെ ഡെസ്റ്റിനേഷനോ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. നമുക്കിവിടെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമുണ്ട്. ഇവിടെ ആൾത്താമസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാട്ടുമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണെന്നാണ് ഇവിടുത്തെ നമ്മുടെ താഴെ കണ്ടില്ല ആ ഫോറസ്റ്റിലെ മാമൻ നമ്മളോട് പറഞ്ഞത് കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഭീകര വ്യൂ ആണ്. ഇപ്പം തന്നെ ഏകദേശം കയ്യിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം.
നമ്മുടെ കൂടെ തന്നെയാണ് കേട്ടോ. നമ്മളൊരിക്കലും ഞാനൊരിക്കലും എലോണായിട്ട് ട്രാവൽ ചെയ്യാനിരിക്കുന്ന ഒരാളല്ല. എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഫാമിലീസോ ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ കാണും കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. നമ്മൾ പോകുന്ന വഴി നമ്മുടെ മുന്നിൽ വല്ല കാട്ടുപോത്തൊക്കെ എടുത്ത് ചാടുമെന്ന് അറിയില്ല കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട തെമ്മല ആ ചെന്തുരുണ്ണി വൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. അതായത് ഇത് തമിഴ്നാട് ഭാഗമാണ്. നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കയറിയിട്ടാണ് കേട്ടോ ഈ രാജാക്കാട് എസ്റ്റേറ്റിലോട്ട് വരുന്നത്. പകുതി വരെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല റോഡാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് പോലെയാണ് കേട്ടോ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇത് ടൂറിസ്റ്റിൻ്റെ ഭീകരമായ ഒരു സ്ഥലമൊന്നുമല്ല. അതായത് ഇവിടെ ഒരുപാട് സഞ്ചാരികളൊന്നും വരുന്നില്ല കേട്ടോ. ഈ കൊല്ലത്ത് തന്നെ ഞാൻ മുന്നേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ കൊല്ലത്തെ ഏറ്റവും ഒരു അട്രാക്റ്റീവായ പ്ലേസാണ് കേട്ടോ. അതായത് കൊല്ലം തിരുവനന്തപുരം ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഭീകരമായ കാഴ്ചകളാണ്. ഏകദേശം നിങ്ങൾ കാണും ചെറിയൊരു കോടയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടത്തിൻ്റെ ആ ഒരു ഫീൽ തന്നെയാണ്. അതായത് നോർമലി നമ്മുടെ നാട്ടിലെ റബ്ബർ തോട്ടങ്ങൾ എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള സ്ട്രക്ചറേ അല്ല ഇവിടുത്തെ ആ റബ്ബർ തോട്ടങ്ങൾക്കും ഫുള്ള് തേക്കാണ്. അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഇവിടെ അത്യാവശ്യം മുളയും കാര്യങ്ങളൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ട്. എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം. ഇവിടെ ഒരുപാട് ആട് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആണ് അത്യാവശ്യം ബൈക്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭീകര വ്യൂ ആണ്. പിന്നെ ഇതേപോലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്മുടിയാണുള്ളത്. പക്ഷേ പൊന്മുടിയിൽ ഇത്രയും ഒരു സെക്യൂർനെസ്സും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ. കാരണം അവിടെ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇത്തിരി പാട്ടൊക്കെ കേട്ട് ഒരുപാട് സമയം ആസ്വദിക്കാൻ പറ്റിയ ഒരു ഭീകര വ്യൂ ഉള്ള സ്ഥലത്തേക്കാണ്. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഇങ്ങോട്ട് തന്നെ വരികടാ. ഞാൻ പോകുന്ന സ്ഥലം നിങ്ങൾക്കും പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സ്ഥലം എല്ലാവരും ആസ്വദിക്കണമെന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്ന സ്ഥലം നമ്മുടെ ചാനലിലൂടെ അറിയാത്തവരെ മൊത്തവും നമ്മളെന്തായാലും ഈ സ്ഥലം റെഫർ ചെയ്ത് കൊടുക്കും. അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ട്സോട്ടൊക്കെ ഒന്ന് പൊളിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലത്തെ പ്രിഫർ ചെയ്തെടുക്കാം. മുന്നോട്ട് തന്നെ പോകാം. ഒരുപാട് ഈ റോഡും കാര്യങ്ങളൊന്നും കാണിച്ച് വീഡിയോ ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുപോകുന്നില്ല കേട്ടോ. എന്തായാലും മുന്നോട്ട് തന്നെ പോകാം. ഇനി രാജാക്കാട് എസ്റ്റേറ്റിലോട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണിച്ചു തരാൻ കേട്ടോ. എന്തായാലും മുന്നോട്ട് തന്നെ പോകാം. അങ്ങനെ ഫൈനലി നമ്മൾ രാജത്തോട്ടത്തിലോട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. നേരെ പോയ റോസ്മല, ഇടത്തോട്ട് പോയ രാജത്തോട്ടം, അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ടെന്ന് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ആരും നേരെ പോകരുത്. നേരെ പോയാൽ നിങ്ങൾ പിന്നെ റോസ്മലയിൽ ചെന്ന് തന്നെ കയറും കേട്ടോ. ഇവിടെ അത്രയ്ക്ക് മോശപ്പെട്ട റോഡാണ്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ആരും കാറും കൊണ്ടൊന്നും വരരുത്. അത്രയ്ക്ക് മോശമായ റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്തായാലും അടിപൊളി പ്ലേസാണ്. നിങ്ങൾ വഴി തെറ്റിപ്പോരുത്. അത് റോസ്മലയിൽ പോകുന്ന വഴി, ഇത് രാജത്തോട്ടം പോകുന്ന വഴി കേട്ടോ. ഈ രാജത്തോട്ടം പോകുന്ന വഴി ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിനുള്ളിലെങ്ങാണ്ടേ ഉള്ളൂ രാജത്തോട്ടം ആ ഡെസ്റ്റിനേഷൻ എത്താനായിട്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ റിവർ ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റിവർ ക്രോസും കാര്യങ്ങളൊക്കെ താണ്ടി നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. അങ്ങനെ ഞാൻ പറഞ്ഞ റിവർ ക്രോസിൽ ഫൈനലി എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്തായാലും റിവർ ക്രോസിൽ കാല് നനയ്ക്കാതെ പോവാം. അടിപൊളിയാണ്. അവിടെ അടിപൊളിയാണ്. ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കാരണം പക്ക ഓഫ് റോഡ് തന്നെ ആയിട്ടുള്ള ഏരിയ ആണിത്. എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. ഏകദേശം രാജാക്കാട് എത്താറായിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീടാണെന്ന് തോന്നുന്നു. എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. ഒരു കുരിശടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഫൈനലി നമ്മളങ്ങനെ രാജാത്തോട്ടത്തിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വഴി കയറി പോകണം. രാജത്തോട്ടം പോകണം. ഈ അവിടെ കേരള വന്യജീവിത വകുപ്പ് നിരോധിത മേഖല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിക്രമിച്ച് കയറുന്ന ശിക്ഷാർഹമാണ്. ഫോറസ്റ്റുകാർ പിടിച്ചാൽ ചിലപ്പോൾ കേസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ബൈക്ക് കയറി വരുന്ന വഴിയാണ് കേട്ടോ. ഇത് ബൈക്ക് കയറി വന്ന് ഈ കുരിശടി എടുത്ത് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ കേട്ടോ. നമുക്ക് എന്തായാലും 2 പയ്യന്മാരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മളോട് വന്ന വണ്ടിയാണ്, ഒന്ന് അല്ലാണ്ട് ഇവിടെ വെച്ച് പരിചയപ്പെട്ട പയ്യന്മാരാണ് കേട്ടോ. എന്തായാലും നമുക്ക് മുകളിലോട്ട് തന്നെ കയറിപ്പോകാം. ഇപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ ഇലക്ട്രിക് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആരും അതിൽ കയറി പിടിക്കുന്ന കേട്ടോ. കറണ്ടും കാര്യങ്ങളൊക്കെ പിടിക്കും. എന്തായാലും മുകളിലോട്ട് കയറിപ്പോകാം. ഒരുപാട് കയറിപ്പോണ്ടതായിട്ടുണ്ട്. എന്തായാലും മുകളിലോട്ട് തന്നെ പോയി നോക്കാം. നല്ല കാണാണ് കേട്ടോ. അത്യാവശ്യം
നല്ലൊരു കാടാണ്. ഇവിടെ ഒരുപാട് വന്യജീവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കയറിപ്പോകുന്നൊരു സൂക്ഷിക്കുക. അതേപോലെ തന്നെ കൊളയട്ടയുണ്ട്, ഒരുപാടുണ്ട്. ഇവിടെ വരുന്നവരുടെ ഏറ്റവും വലിയ പരാതിയാണ് കേട്ടോ ഈ കൊളയട്ട ഉണ്ടെന്ന് പറയുന്നത് തന്നെ. എന്തായാലും കയറിപ്പോൾ അടിപൊളി സ്ഥലമാണ് ഗൈസ്, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല ഗൈസ്. നമുക്കെന്തായാലും കയറ്റം മൊത്തം മുന്നോട്ട് തന്നെ കയറിപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും വെള്ളമൊക്കെ കൊണ്ടുവരും കേട്ടോ. കയറി വരുന്ന വഴിക്ക് വേറെ കടയും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും പോവാം, പോയി നോക്കാം. ഫൈനലി അങ്ങനെ നമ്മൾ രാജാത്തോട്ടത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങളെ മറ്റേ റീൽസിലൊക്കെ കണ്ടുള്ള കുരിശാണ് ഇതിൽ കാണുന്നത്. ഭയങ്കര ആംബിയൻസാണ് ഗൈസ്, ഭയങ്കര ആംബിയൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം വ്യൂവും കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ താഴെ വെച്ച് പറഞ്ഞ പോലെ തന്നെ ഇത് വാഗമണ്ണല്ല, ഇത് നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയാണ്. അവിടെ നിന്ന് പയ്യന്മാരെ കണ്ടോ, ആ പാറപ്പുറത്തിരുന്ന ഏകദേശം തമിഴ്നാട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഗോപ്രയെ കാണുന്ന പോലെയല്ല ഇവിടുത്തെ വ്യൂ, മാരക വ്യൂ ആണ്. നമ്മൾ ഏകദേശം കയറി വരുമ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന്, പക്ഷേ വ്യൂ ആണ്. സൂക്ഷിച്ച് വരിക, ഭയങ്കരമായ കൊക്കയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നിങ്ങളില്ല കാണുന്നത് തമിഴ്നാടിൻ്റെ ഏകദേശം ഭാഗങ്ങളാണ് കേട്ടോ, മൊത്തം തമിഴ്നാടാണ്. ഞാൻ നല്ല രീതിയിൽ ശ്വാസം എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് ഉയർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം ചെറിയ ശ്വാസം എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്ക് ഹെൽമെറ്റിനുള്ളിലായതുകൊണ്ട് തന്നെ ശ്വാസം ഒരുപാട് നമ്മൾ ഓവറായിട്ട് പമ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു നോയ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെ നോക്ക്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ആരോഗ്യമുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരാവൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭീകരമായ ട്രക്കിങ്ങാണ്. കയറി വരാനായിട്ട് നല്ല രീതിക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും കേട്ടോ. ഇല്ല, അവിടെ ഒരു പാറയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഗോപ്രയിലാണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെ ഒരു പാറയുണ്ട്. അവിടെ ഫുള്ള് കോട അടിച്ചിങ്ങനെ നടക്കാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. ഇവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്കിരുന്ന് പാട്ട് കേൾക്കാനും സമാധാനമായിട്ട് ഇരിക്കാനും പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും നമ്മളും മാത്രമേ ഉള്ളൂ, പിന്നെ നിങ്ങളും മാത്രമേ ഉള്ളൂ. അടിപൊളിയാണ് ഗൈസ്, അടിപൊളി കാറ്റും. തമിഴ്നാടിൻ്റെ ഏകദേശം ചെറിയ കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തായിട്ടുണ്ട്. ഞാൻ ഈ കൈകൊണ്ട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കോട ഒന്നും മറഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. എന്തായാലും മുകളിലോട്ട് പോയിട്ട് ഇതിൻ്റെ ചെറിയ കുരിശൊക്കെ ഉണ്ട്. കുരിശിൻ്റെ അവിടുത്തെ വ്യൂവും കൂടെ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. എങ്ങോട്ട് തിരിഞ്ഞാലും ഭീകരമായ വ്യൂ ആണ് ഇവിടെ കേട്ടോ. ഫസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും വരാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇവിടെ വരുന്നത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം. എന്തായാലും നമുക്ക് മുകളിലോട്ട് കൂടെ കയറി നോക്കാം. കയറി നോക്കിയിട്ട് ഇതിൻ്റെ വ്യൂ കൂടെ നിങ്ങൾ കാണിച്ചിട്ട് എന്തായാലും ഈ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ രാജാത്തോട്ടം വ്യൂ പോയിൻറ്റ്. എന്നിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം. അങ്ങനെ കുരിശിൻ്റെ അവിടെ നിന്ന് കയറി നമ്മൾ ഫൈനലി ഒരു പാറയുടെ പുറത്തേക്ക് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ താഴെ വെച്ച് കാണിച്ച പാറയാണിത്. ഇതാണ് ആ പാറപ്പുറം. ഇവിടെ കയറുമെന്ന് പറഞ്ഞാൽ ഹൈലി റിസ്ക് ആണ് കേട്ടോ. കാരണം ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, മാക്സിമം സെക്യൂറായിട്ട് പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. എന്തായാലും ഞാൻ ഇവിടുന്ന് അപ്പുറത്ത് ചെന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വ്യൂ കാണിച്ചു തരാം കേട്ടോ. കാരണം ക്യാമറ കയറ്റിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകുന്നത് ഒരു ടാസ്ക്കുള്ള പരിപാടിയാണ്. കാരണം കാല് തെറ്റിയാൽ പിന്നെ എന്നെ കിട്ടത്തില്ല. കാരണം അത്രയ്ക്ക് ഡേഞ്ചറാണ്. അതുകൊണ്ട് ഫസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ കെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ ഇവിടുന്ന് പോകാവൂ കേട്ടോ. എന്തായാലും ഞാൻ ഇവിടുന്ന് അപ്പുറത്ത് ചെന്നിട്ട് അതിൻ്റെ വ്യൂ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്പുറത്തുനിന്ന് ചാടി ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കൂ. നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങളിത് പുനലൂരാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ഏകദേശം ഇതേപോലെ കോടയൊക്കെ കിട്ടിയിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ വാഗമൺ, ഇടുക്കി, വയനാട് അതേപോലെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇതങ്ങനല്ല. ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കുക ഗൈസ്, ഹൈലി ഡേഞ്ചറാണ്. ഇവിടുന്ന് താഴെ പോയാൽ നമ്മളാണ് പോയതെന്ന് പോലും അറിയില്ല, ഒരു പൊടി പോലും കിട്ടില്ല. അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇവിടുന്ന് ഫീലെന്ന് പറഞ്ഞാൽ അതിവീരമാണ്. ഞാൻ എന്തായാലും ഇവിടുന്ന് ഇപ്പോഴൊന്നും പോയില്ല. ഈ ആംബുലൻസിൽ ഇരുന്ന് പാട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മരിച്ച് ഉടലോടെ സ്വർഗത്തിൽ ചെല്ലുന്നതിനും തുല്യമായിട്ടുള്ള ഒരു അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങളാ കാണുന്നത് ഫുള്ള് തമിഴ്നാടാണ്.
തമിഴ്നാട്ടിലെ വീടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഗോപ്രോയിൽ നിങ്ങൾക്ക് ഇതെന്തായാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ള് കോടയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇപ്പം കയ്യിലൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ് കഴിച്ച്. ഇതിൻ്റെ ചെറിയ ചെറിയ ചില ഷോട്ടുകളും കൂടെ നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി രാജത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഈ കാണുന്നവരൊക്കെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതായത് അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലിൽ കുറച്ചും കൂടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. നമ്മളെ കൂടെ വന്നവരൊക്കെ ഏകദേശം ആ ഭാഗത്തായിട്ട് ഇപ്പോൾ കേട്ടോ. മേഘവും മലയും തമ്മിൽ ഒന്നായിട്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇത് മേഘം, ഇത് മല, ഇത് രണ്ടും കൂടെ ഏകദേശം അതായത് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ഒരു വിരലിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഇത് രണ്ടേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഭീകര വ്യൂ ആണ്. എനിക്ക് തന്നെ അറിയില്ല എന്താണ് നിങ്ങൾക്ക് ഈ വ്യൂ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്കുള്ള ഭീകര വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഞാൻ കുറച്ച് നേരം പാറപ്പുറത്തിരുന്ന് പടമൊക്കെ കേൾക്കാനായിട്ട് പോകണം കേട്ടോ. ഇവിടെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം നല്ല ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞാൻ ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇതാണ് ഇവിടുത്തെ മസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. സൂപ്പർ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഞാനിവിടെ നിന്ന് ഇളയരാജയുടെ പാട്ടോ അതേപോലെ തന്നെ നമ്മുടെ അനിരുദ്ധിൻ്റെ ബീജിയംസോ എന്തെങ്കിലുമൊക്കെ കേട്ട് നമ്മുടെ ഓൾഡ് മലയാളം സോങ്ങോ എന്തെങ്കിലുമൊക്കെ കേട്ട് കുറച്ച് നേരം വൈബും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പോകണം. ഞാനിപ്പം ഏകദേശം ഒരു സ്വർഗത്തിൻ്റെ നടുക്കാണ് കേട്ടോ. സ്വർഗത്തിൻ്റെ നടുക്കിരിക്കുന്ന അത്രയ്ക്ക് ഫീലാണ് ഇവിടെ ഇരിക്കാൻ. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് കപ്പിൾസൊക്കെ ആയിട്ട് വരാം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർ ഒരിക്കലും ഈ സ്ഥലത്തോട്ട് വരാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഇപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് ശ്വാസം പമ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല അത്യാവശ്യം നല്ല ടോപ്പ് വ്യൂ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ശ്വാസം പമ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ചെറിയ ഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഗോപ്രോയിലാണ്ട് എത്രത്തോളം ഇതിനെ ഭംഗി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അറിയില്ല. പക്ഷെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒന്നും പറയില്ല ഗൈസ്. വിൽക്കർ ചാർലി പറഞ്ഞ എത്ര കറക്റ്റാണ്. ഓക്കെ, അന്നേരം നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യൂവിൽ നിന്നാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളിരുന്ന് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത്. അതിൻ്റെ വേറൊരു ഭീകരമായ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കുരിശാണ് കേട്ടോ. ഈ കുരിശ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ എല്ലാ റീലുകളിലും ഒരു താരമായിട്ടിരിക്കുന്ന കുരിശാണ് കേട്ടോ. ഇതിൻ്റെ ലുക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രീതിയിൽ എനിക്ക് ശ്വാസത്തിൻ്റെ ചെറിയ പ്രശ്നം വരുന്നുണ്ട്. കാരണം ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടും പിന്നെ നല്ല രീതിക്ക് വെയിലുണ്ട്, പക്ഷേ കോടയുണ്ട്. ഒരു മിശ്രിതമായ വ്യൂ ആണ് കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ രാജാത്തോട്ടം വ്യൂ എന്ന് പറയുന്നത്. അന്നേരം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി എന്തായാലും നമ്മൾ വരും. ഇതേപോലുള്ള ഹിഡൻ പ്ലേസുകൾ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിൽ ഉൾപ്പെടുത്തും, കാണിച്ചു തരുന്നതായിരിക്കും. മസ്റ്റായിട്ടും നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അന്നേരം പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ട്രാവൽ വ്ലോഗുമായിട്ട്, പുതിയൊരു ബൈക്ക് റിവ്യൂവും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ ഒക്കെ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ദ റെവ് ലിമിറ്റ്.